നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. സമൂഹത്തിൽ ഇപ്പോൾ നടന്നുവരുന്ന ആക്രമണങ്ങൾക്ക് സിനിമയിലെ വയലൻസുമായി പങ്കുണ്ടെന്ന് സുരേഷ് ഗോപി. എന്നാൽ എല്ലാത്തിന്റെയും ആരംഭം സിനിമയിൽ നിന്നാണെന്ന് പറയാൻ പറ്റില്ല. ഇത്തരം ആക്രമണങ്ങൾ തടയാൻ സമൂഹം ഒന്നായി ഇറങ്ങണം. സിനിമ കണ്ടാൽ മാത്രം പോരാ, അത് എന്താണെന്ന് വിവേകം ഉപയോഗിച്ച് മനസ്സിലാക്കുകയും കൂടി വേണമെന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരു നേതാവിനെയും ഉയർത്തിക്കാട്ടിയാവില്ല പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത മുതിർന്ന നേതാക്കളുടെയും എംപിമാരുടെയും യോഗത്തിലാണ് അദ്ദേഹം ഇത് വ്യക്തമാക്കുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിന്റെ മരണം ക്രൂരമായ മർദ്ദനമേറ്റെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഷഹബാസിന്റെ വലതു ചെവിയുടെ മുകളിലായി തലയോട്ടി തകർന്ന നിലയിലാണ്. നെഞ്ചിലേറ്റ മർദ്ദനത്തിൽ ആന്തരിക സ്രാവം ഉണ്ടായി. കൂടാതെ ചെവിയുടെ പുറകിലും കണ്ണിനും മർദ്ദനമേറ്റതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. 1.5 കിലോ MDMA പിടിച്ചെടുത്ത് ഓപ്പറേഷൻ ഹണ്ട്. 2854 പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നായി 1.5 കിലോഗ്രാം MDMAയും 153 കിലോ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളും പിടിച്ചതായാണ് പോലീസ് അറിയിച്ചത്. കഴിഞ്ഞ മാസം 22-ാം തീയതി മുതലാണ് പോലീസ് ഓപ്പറേഷൻ ദി ഹണ്ട് ആരംഭിച്ചത്. ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് മാർച്ച് 4-ന് ചൊവ്വാഴ്ച മാവേലിക്കര കാർത്തികപ്പള്ളി താലൂക്കിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ചെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. പൊതുപരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. പ്രതിഭ MLAയുടെ മകനെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത നടപടിയിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് റിപ്പോർട്ട്. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് ഇത് വ്യക്തമാക്കുന്നത്. പ്രതിഭ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീടുള്ള നടപടികളിൽ വീഴ്ച ഉണ്ടായി എന്നാണ് പറയുന്നത്. വൈദ്യപരിശോധന അടക്കമുള്ള നടപടികളാണ് വീഴ്ച ഉണ്ടായിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് 1 മാസം തികയും മുമ്പേ നവവധു ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ചു. കോഴിക്കോട് പയ്യോളിയിലാണ് വധുവിനെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 25 വയസ്സുള്ള ആർദ്രയാണ് മരിച്ചത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കളുടെ അഭിപ്രായം. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയിരിക്കുകയാണ് ഭർത്താവ്. കാസർഗോഡ് നെല്ലിക്കട്ട് സ്വദേശിയായ റസാഖാണ് 21-കാരിയെ വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയത്. UAE-യിലാണ് അബ്ദുൾ റസാഖ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 21-നാണ് ഇയാൾ വാട്സപ്പ് സന്ദേശം ഭാര്യാപിതാവിന് അയച്ചത്. സ്ത്രീധനം ആവശ്യപ്പെട്ട് നിരന്തരം പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായി യുവതി ആരോപിച്ചിരുന്നു. കൂടാതെ മുത്തലാഖ് ചൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. 12 ലക്ഷം രൂപ തട്ടിയെടുത്തതായും പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചു. മാസപ്പിറവി ദൃശ്യമായതിനാൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നു മുതൽ റംസാൻ വ്രതാരംഭം. UAE അടക്കമുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇത്തവണ ഒരുമിച്ചാണ് റംസാൻ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് സൗദി അറേബ്യയും ഒമാനും അടക്കമുള്ള രാജ്യങ്ങളിൽ റംസാൻ മാസത്തിന് തുടക്കം കുറിച്ചുള്ള മാസപ്പിറവി ദൃശ്യമായി. ഇതോടെ അതത് രാജ്യങ്ങളിലെ ബന്ധപ്പെട്ട വിഭാഗങ്ങൾ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുകയായിരുന്നു. കേരളത്തിൽ നാളെയായിരിക്കും റംസാൻ വ്രതം എന്നാണ് അറിയുന്നത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ 2ാം ഇന്നിംഗ്സിൽ കേരളത്തിനെതിരെ വിദർഭ മികച്ച സ്കോറിലേക്ക്. 4ാം ദിനമായ ഇന്ന് ഇടവേളയ്ക്ക് പിരിയുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് എന്ന നിലയിലാണ് വിദർഭ. 226 റൺസ് ലീഡിലാണ് ഇപ്പോൾ അവർ. തരുൺ നായരുടെ മികച്ച സെഞ്ചുറിയാണ് ഇപ്പോൾ വിദർഭയ്ക്ക് തുണയായിരിക്കുന്നത്.